മയിൽ പോലെ ഇങ്ങനെ നിൽക്കും. നമസ്കാരം സുനിലേട്ടാ. പിന്നെ ഞാൻ ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ടതാണ് ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതരം ചെടി. അതെന്തോ ഇത് സംഭവം? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നേ കേട്ടോ. മയിൽ ചെടി എന്ന് പറയും. മയിൽ ചെടി? ആ, മയിൽ ചെടി കണ്ടോ, ഇതുണ്ടോ? അതെന്ത് ഉപയോഗം? എന്തോ ഉപയോഗമൊന്നുമില്ല, ഇങ്ങനെ കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ഒരു കണ്ടപ്പോഴെന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ആ, ഇതിങ്ങനെ വിരിയുമ്പോൾ നല്ല അതുപോലാവും. വിരിയുമ്പോൾ ഇതേപോലെ വരുമല്ലോ. ഇതിനാ മയിൽ എന്ന് പറയുന്നല്ലേ? മയിലിൻ്റെ പീല് പോലെ വിടരുന്നതാണ്. അതിൻ്റെ ബാക്ക് ഇതുപോലെ താഴെ ഇല്ല ഇപ്പം കേട്ടോ. താഴെ ഉണ്ട്, നമുക്ക് കാണാം. അതിൻ്റെ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് ഇതുപോലെ ആയിരിക്കും. ഓ, ഇതേപോലെ ആയിരിക്കും അല്ലേ? ആ, ബാക്ക് വശം ഇങ്ങനെ വിരിയും. അതുപോലെ പോകുന്നത് മയിൽ ചെടി. എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്നോ വല്ല അറിയാമോ? ഇല്ല, ഉപയോഗങ്ങളൊന്നുമില്ല. കൗതുകത്തിന് വേണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടി വളർന്നതാണ്. ആ, ഇപ്പം നമ്മുടെ ഈ സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും ഇല്ലെന്ന് തോന്നില്ലേ? ഇവിടെ ഒന്നും ഇതില്ല. ഒരിടത്ത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കൗതുകം കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ആ, കൗതുകം കൊണ്ട് വാങ്ങിച്ചതാ. എന്തായാലും അതൊരു ഭയങ്കര സംഭവമായി പോയി കേട്ടോ. അതിൻ്റെ കായാന്ന് ഇത്? ഇതെന്ത് കായാണ്? ഇതിൻ്റെ കായ ഇങ്ങനെ പിടിക്കും. ആ, ഇത് എന്തോ നടുന്നത്? എന്തോ നടുന്ന ഇതിൻ്റെ വിത്തായിരിക്കും. വിത്ത് നട്ടാലും കിളിക്കും. ആ, ഇത് എങ്ങനെ തൈയായിട്ട് കൊണ്ടുവന്നതാണോ? തയ്യായിട്ട് ഒരു പാക്കറ്റിനകത്ത് ഒരു കവർ കൊണ്ടുവന്നത് അങ്ങനെ. ആ, ആണ്. അപ്പം ഇതിന് കൊള്ളാം. നല്ല ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ പൂത്ത് ചെയ്യുമ്പോൾ ഭയങ്കര അത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ആണ്. അത് പറഞ്ഞാൽ പിച്ചാമൊക്കെ കാണാം. ഇത് പറഞ്ഞാൽ പറിക്കാ സീത്ത അഞ്ച് തെങ്ങ്